നാടകത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2025 കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ KC കൃഷ്ണേട്ടനാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയാം. അപ്പോൾ കൃഷ്ണേട്ടാ, ഇതിപ്പോൾ നാടകത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അംഗീകാരമാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 51 വർഷത്തെ ആ നാടക ജീവിതത്തെ എങ്ങനെയാണ് കാണുന്നത്? 51 വർഷത്തെ നാടക ജീവിതം എന്ന് പറയുമ്പോൾ വളരെ പ്രയാസകരമായ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയത്. ഇന്നത്തെ മാതിരിയല്ല. ഇന്നിപ്പം നാടകങ്ങളെല്ലാം കുറവാണ്. പണ്ട് ഈ അമേച്ചർ കലാസമിതിൻ്റെ പേരിൽ ഒരു നാടകം അവതരിപ്പിക്കണമെങ്കിൽ വലിയ പരിശ്രമങ്ങൾ വേണം. കാരണം അതിന് ഫണ്ട് സ്വരൂപിക്കണം, അതിൻ്റെ റിഹേഴ്സൽ മാസങ്ങൾക്ക് മുമ്പേ തുടങ്ങണം. എല്ലാ പണികളും ഒരേ ടീം തന്നെയാണ്, ഒരേ ആൾക്കാർ തന്നെയാണ് നടത്തേണ്ടത്. അങ്ങനെ പ്രയാസപ്പെട്ട് പൊതുജനങ്ങളിൽ നിന്നും ഫണ്ട് സ്വീകരിച്ചിട്ടാണ് അന്ന് ഈ കലാസമിതിയുടെ വാർഷിക ആഘോഷം നടത്താറ്. അങ്ങനെയാണ് നാടകം അവതരിപ്പിക്കാറ്. നാടകത്തിൽ അഭിനയിക്കണം എന്നുള്ള ഒരാവേശമാണ് ഇതിൻ്റെ പിന്നിൽ. പിന്നെ നാട്ടിൻപുറത്ത് ഒരു കലാസമിതിയുടെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് ജനങ്ങളുടെ ഒരു ഉത്സവമായി മാറ്റാൻ കഴിയുന്നുണ്ട്. ജനങ്ങളെ അത് പങ്കെടുപ്പിക്കാനും ജനസാമാന്യം അത് ഉറക്കൊഴിഞ്ഞ് മണ്ണിലിരുന്ന് നാടകം കാണുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അതിനുവേണ്ടി ചൂട്ടും കത്തിച്ചിട്ട് ആളുകൾ നാടകം കാണാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയില്ല. ആ കാലത്തെ ആവേശകരമായ അനുഭവങ്ങളാണ് ഓരോന്നും ഓർക്കാനുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ നാടകരംഗത്ത് തന്നെയാണ് പിന്നെ കൃഷ്ണേട്ടൻ ഈ സിനിമയിലേക്കുള്ള അവസരം കൂടി തുറന്നു തന്നത്. അപ്പോൾ ആ ഒരു രണ്ട് അഭിനയ രീതികളെ എങ്ങനെ വിലയിരുത്തുന്നു, സിനിമ നാടകം എന്നുള്ള? നാടകത്തെ തുടർന്ന് തന്നെയാണ് സിനിമയിലേക്ക് വന്നത്. ശ്രീ MT അന്നൂരാണ് നാടകത്തിൽ ആദ്യമായി അഭിനയിപ്പിച്ചത്. പക്ഷേ നാടകത്തിൻ്റെ ബാലപാഠം പഠിപ്പിച്ചു തന്നത് അന്തരിച്ച ശ്രീ വേമ്പു അന്നൂരായിരുന്നു. അതിനുശേഷം MT അന്നൂരാണ് ഞങ്ങളുടെ സ്റ്റേജ് കയറ്റിയതും തുടർന്ന് ഇങ്ങോട്ട് എല്ലാ പരിശീലനവും തന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ തന്നെയാണ് കാൽച്ചുലമ്പ് എന്ന സിനിമയിലാണ് ആദ്യമായിട്ട് അഭിനയിച്ചത്. അത് ഈ നാടകം സിനിമയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ആ വ്യത്യാസമുണ്ട്. നാടകത്തിൽ ഒരു നടൻ അഭിനയിക്കുക തന്നെ വേണം, എങ്കിൽ മാത്രമേ അത് ഓഡിയൻസിന് കിട്ടുകയുള്ളൂ. നാടകം ശബ്ദപ്രാധാന്യമുള്ളതാണ്. സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല. സിനിമയിൽ അഭിനയിച്ചോ അത് അഭിനയമല്ലാണ്ടായിത്തീരും. അഭിനയിക്കാതിരിക്കുന്നതാണ് സിനിമയിൽ അഭിനയം, നാടകത്തിൽ അഭിനയിക്കുന്നതാണ് അഭിനയം. ഈ ഒരു വ്യത്യാസമാണ് പ്രകടമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പം എത്ര അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇപ്പം നാടകത്തിനും സിനിമയ്ക്കും എല്ലാം കൂടി? ഇപ്പം നാടകത്തിൽ TP ഭാസ്കരൻ മാസ്റ്റർ മലയാള ഭാഷാ പാഠശാല അദ്ദേഹത്തിൻ്റെ നാടകത്തിലാണ് ഉത്തിഷ്ഠത ജാഗ്രത എന്ന നാടക മത്സരത്തിൽ പങ്കെടുത്തിട്ട് എനിക്ക് ഏറ്റവും നല്ല നടനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ തന്നെ നാടകം ഉദയ സംക്രാന്തി, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിരക്കണക്കിന് സ്റ്റേജുകൾ അവതരിപ്പിക്കപ്പെട്ട നാടകം. ആ നാടകം ആദ്യമായി അവതരിപ്പിച്ചത് പയ്യന്നൂർ ശരവണ ഭവ നാട്യസദനമാണ്. അതിൽ ഞാൻ യാചകൻ്റെ വേഷമാണ് എടുത്തത്. ഈ കഥാപാത്രത്തിന് ഒന്നിലേറെ സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് എന്നെ ഏറ്റവും നല്ല നടനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ആ മരങ്ങൾ എന്ന നാടകത്തിലെ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചതിന് പല ദിക്കിൽ നിന്നും എന്നെ ഏറ്റവും നല്ല നടനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ചലച്ചിത്ര അവാർഡ് എന്ന നിലയിൽ 2024 പ്രഖ്യാപിച്ച സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൈവം എന്ന സിനിമയിലെ വയോധികനായ ഗാന്ധിയൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന് എനിക്ക് ഏറ്റവും നല്ല സഹനടനുള്ള ജൂറിയുടെ പ്രത്യേക പരാമർശം അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ കിട്ടുന്നത് ഈ സംഗീത നാടക അക്കാദമിയുടെ കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ അവാർഡാണ് നാടകത്തിന്. ഈ വയസ്സാകാലത്ത് ഇങ്ങനെയൊക്കെ അംഗീകാരങ്ങൾ എനിക്ക് ലഭിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. 51 വർഷത്തെ ഈ കലാജീവിതത്തിന് കിട്ടേണ്ട അംഗീകാരം തന്നെയാണ് ഇപ്പോൾ കൃഷ്ണേട്ടനെ തേടിയെത്തിയിരിക്കുന്നത്. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.